സംസ്ഥാനത്ത് വീശിയടിച്ച UDF തരംഗത്തിൽ നിലവിൽ 88 സീറ്റ് യുഡിഎഫിന് ലഭിക്കുന്ന തരത്തിലാണ് മുന്നേറ്റമുണ്ടായത് എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ എളുപ്പത്തിൽ UDFിന് ജയിച്ച് കയറാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. കുറച്ചുകൂടി ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് 100 സീറ്റിലേക്ക് എത്താനുള്ള സാധ്യതയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും നിലപാടിലുമുണ്ട്. എന്നാൽ UDFിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ആശങ്കകളുണ്ട്. കാര്യം എന്ന് പറയുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജയങ്ങൾ നിയമസഭയിൽ അത്ര തന്നെ ഫലിക്കാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണിയെ UDFിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അവർ പ്രത്യേകം പറഞ്ഞു, UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് UDF എന്ന് പറഞ്ഞ സംവിധാനം നിർമ്മിക്കപ്പെട്ട നേതാവാണ് കെ മാണി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരിക്കുന്ന ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിനെ കൂടി UDFിലേക്ക് ചേർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. PJ ജോസഫ് എന്ന് പറയുന്ന ഈ കെ മാണിയുടെ പാർട്ടി പുലർത്തിപ്പോയിരിക്കുന്ന ആൾ നിലവിലെ സാഹചര്യത്തിൽ UDFിനോടൊപ്പമാണ്. പക്ഷേ അദ്ദേഹത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം എന്നതിനപ്പുറമായ രീതിയിൽ അണികൾ തീരെ കുറവാണ്. അണികളുള്ളത് ജോസ് കെ മാണിയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ UDFിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ടാണ് UDFിന് ഭരണം നഷ്ടപ്പെട്ടത് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ആ ഒരു വിഷയം കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കെ മാണിയെ UDFിലേക്ക് ക്ഷണിച്ചത്. അത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനമൊന്നും ഇപ്പോൾ ആയിട്ടില്ല. വലിയ രീതിയിലുള്ള ചർച്ചകൾ അതിനോടനുബന്ധിച്ചൊക്കെ നൽകിയിട്ടുണ്ട്. ഈ LDF നൽകുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് നൽകാനുള്ള ധാരണ എത്തിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള സംസാര കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് നിലവിൽ കേരളത്തിൽ നടത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സീറ്റ് എത്രത്തോളം LDFിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, UDFിന് എത്ര കിട്ടിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ കോർപ്പറേഷൻ നോക്കുന്ന സമയത്ത് 6 കോർപ്പറേഷനാണുള്ളത്. UDFിന് ലഭിച്ചിരിക്കുന്നത് കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ 4 എണ്ണം. LDFിന് കോഴിക്കോട് മാത്രമാണുള്ളത്. NDAക്ക് തിരുവനന്തപുരമുണ്ട്. ആ തിരുവനന്തപുരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയാണ് LDFും UDFും കൂടി ഒന്നിച്ചുകൊണ്ട് അവിടെ BJPയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2020 LDFിന് 5 എണ്ണം ഉണ്ടായിരുന്നു. LDFിന് 1, UDFിന് 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ LDFിൻ്റെ കൈവശത്തിനാണ് 4 എണ്ണം കൂടി 3 എണ്ണം കൂടി പിടിച്ചെടുക്കുന്നത് എന്നൊരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൊല്ലമൊക്കെ എല്ലാ കാലത്തും LDFിൻ്റെ ആധിപത്യത്തിൽ നിലനിന്നിരുന്ന കോർപ്പറേഷനാണ്. 30 വർഷത്തെ പാരമ്പര്യമെങ്കിലും അതിന് പറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജില്ലാ പഞ്ചായത്തിലേക്ക് പോവുകയാണെങ്കിൽ UDFിന് 14 ജില്ലയിൽ 7 ലഭിച്ചത്. UDFിന് ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്. ഈ 7 എണ്ണം UDFിന് ലഭിച്ചാണ്. LDFിന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്. 2010 LDFിന് 11 എണ്ണം ഉണ്ടായിരുന്നു. UDFിന് 3 എണ്ണം മാത്രമാണുള്ളത്. അതിൽ നിന്നാണ് 4 എണ്ണം UDF പിടിച്ചെടുത്തത്. മുനിസിപ്പാലിറ്റി നോക്കുന്ന സമയത്ത് ടോട്ടൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റി 86 എണ്ണമാണ്. അതിൽ UDFിന് 54 എണ്ണം ലഭിച്ചു. LDFിന് 28 NDAക്ക് 2 എണ്ണം. മറ്റുള്ളവർ പാർട്ടി ഇല്ലാത്തവർക്ക് ഒരു പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ലഭിച്ചിട്ടുണ്ട്. 2020 LDFിന് 43 എണ്ണം ഉള്ളതാണ് ഇപ്പോൾ 54 എണ്ണമായത്. അപ്പോൾ എന്ന് പറയുന്ന സമയത്ത് 11 മുനിസിപ്പാലിറ്റി പുതിയതായിട്ട് LDFിൻ്റെ കൈവശത്തിൽ നിന്ന് UDF പിടിച്ചെടുത്തു. UDFിന് 43, NDAക്ക് 2, ആ രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 152 ബ്ലോക്ക് പഞ്ചായത്താണ് ടോട്ടലായിട്ടുള്ളത്. അതിലിപ്പോൾ UDF 79, LDF 63. NDAക്ക് ഇതിലില്ല. 2020 UDFിന് LDFിന് 108 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നു. UDFിന് അന്ന് 38 എണ്ണമായിരുന്നു. ബാക്കിയെല്ലാം ഇപ്പോൾ LDFിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് 79. വലിയ നഷ്ടം ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് LDFിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. ഗ്രാമപഞ്ചായത്ത് 941 ഗ്രാമപഞ്ചായത്താണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ UDFിൻ്റെ കൈവശത്തിൽ ഇപ്പോൾ 504 ഗ്രാമപഞ്ചായത്തുണ്ട്. LDFിന് 341, NDAക്ക് 26 എണ്ണമാണ്. 2020 LDFിന് 514 ഉള്ളതാണ് ഇപ്പോൾ 341 ചുരുങ്ങിയത്.
UDFന് 321 ഉള്ളതാണ് ഇപ്പോൾ 504 ഉയർന്നത്. NDAക്ക് 19 ഉള്ളത് ഇപ്പോൾ 26. NDA ഈ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 64 ഇടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല എന്നൊരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിയമസഭയാണ് ലക്ഷ്യം, അതിൻ്റെ സെമി ഫൈനലാണ് ഇപ്പം നടന്നത് എന്ന് 2 രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നു. സർക്കാരിനെതിരെ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു എന്ന് UDF പറയുന്നു, എന്നാൽ അതല്ല എന്നുള്ളത് അത് LDF പറയുന്നു. അത് സാധാരണഗതിയിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവമായിട്ട് ചുരുക്കിയിട്ടാണ് ഇപ്പോൾ LDF പറയുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലേക്ക് ഈ രാഷ്ട്രീയം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതും, സാധാരണക്കാർ അതായത് ഏറ്റവും താഴെ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ അല്ലെങ്കിൽ സാധാരണക്കാർ സജീവമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമില്ലാത്തവർ 17% മുതൽ 34% വരെ ഉണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോട്ടയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ വോട്ട് കിട്ടുന്നത്. പക്ഷേ നോട്ട പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നോട്ടയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം വളരെ സജീവമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാറി വരുന്ന രാഷ്ട്രീയം അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് UDFിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. കഴിഞ്ഞ ലോക്സഭ എടുക്കുന്ന സമയത്തും ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന സമയത്തും ഈ നഗരസഭ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ രീതിയിൽ സജീവത ഉള്ള പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരിൽ നിന്ന് പാർട്ടി അകന്നു പോയിരിക്കുന്നു. ജനങ്ങൾക്ക് ബാധ്യത ഉണ്ടാകുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് ഇടതുപക്ഷം മാറിയിരിക്കുന്നു. മുന്നോട്ട് പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ആദ്യത്തെ പ്രാവശ്യം പിണറായി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഏറെക്കുറെ ജനങ്ങളുമായിട്ട് സഹകരിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ കോവിഡ് കാലത്ത് സർക്കാർ ജനങ്ങളുമായിട്ടുള്ള ആ ബന്ധങ്ങൾ, ആ സഹായങ്ങളൊക്കെ വലിയ രീതിയിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട കാര്യം, പ്രവാസികളെ അത് സാരമായിട്ട് ബാധിച്ചതാണ് ഈ കോവിഡ് കാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ. അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങളുണ്ടായി, അത് വലിയ പ്രതിസന്ധി ഉണ്ടായി. അത് കേന്ദ്ര സർക്കാർ അനുമതി നൽകാതെയായി. പിന്നെ അത് കോടതിയിലേക്ക് എത്തി. കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് പ്രവാസികൾ നാട്ടിലേക്ക് എത്തിയത് എന്ന് ചുരുക്കം. അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിന്ന സമയത്ത് ഏറെക്കുറെ ജനങ്ങളോടൊപ്പമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും സർക്കാർ സാധിച്ചു. അതാണ് കിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കിറ്റ് എന്ന് പറയുന്ന സമയത്ത് കോവിഡ് കാലത്ത് വല്ലാത്ത രീതിയിൽ ജനങ്ങൾ പ്രയാസപ്പെട്ടപ്പോൾ ഈ കിറ്റ് വല്ലാത്ത രീതിയിൽ ഉപകരിക്കപ്പെട്ടു എന്നത് പിന്നീട് വോട്ടാക്കി മാറ്റി. ഇപ്പം തന്നെ സർക്കാർ തലത്തിൽ തരുന്ന സഹായങ്ങളെല്ലാം അത് പാർട്ടി നൽകുന്ന രീതിയിലേക്ക് സർക്കാരിനത് മാറ്റാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണം നടത്തി. അപ്പോൾ അങ്ങനെ പ്രചരണം നടത്തുന്ന സമയത്ത് ഈ സർക്കാർ ഇത്തരത്തെ കാര്യങ്ങൾ നൽകിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് വലിയ വിവാദമായത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ സർക്കാർ തലത്തിൽ ലഭ്യമാകുന്ന സഹായങ്ങൾ വോട്ടാക്കി മാറ്റുന്നതിൽ കഴിഞ്ഞ കാലത്തൊക്കെ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം അത് ഏശിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഏശാതിരിക്കുന്ന സമയത്ത് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. 3ാം ടേമിലും LDF വരുന്ന സമയത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ, ഒരു ഭരണ സംവിധാനം സാധാരണക്കാർക്കിടയിലൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നും അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾക്കും അനുസരിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു പൊതുവേദിയില്ല എന്ന് ചുരുക്കം. എല്ലാവരും അവനവൻ്റേതായിരിക്കുന്ന രീതിയിലേക്കാണ് നോക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ജനകീയപരമായിരിക്കുന്ന ഒരുപാട് പങ്കാളിത്തമുള്ള സംവിധാനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടി സർക്കാർ അങ്ങനത്തെ സ്റ്റാൻഡായി നിൽക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. ഓപ്പണായ രീതിയിൽ സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള വേദി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി സർക്കാർ വന്നതോട് കൂടിയിട്ട് അത്തരം ഒരു വേദികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഇപ്പോൾ ആരുടെങ്കിലും നിവേദനമോ പരാതിയോ കൊടുത്തിട്ട് അത് പിന്നെ സർക്കാരിൻ്റെ കയ്യിലെത്തിയിട്ട് അത് സർക്കാർ ആലോചിച്ചിട്ട് ഒരുപക്ഷെ കിട്ടും, ഒരുപക്ഷെ കിട്ടില്ല. ആ രീതിയിലേക്ക് ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അകന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും സർവ്വ മേഖല എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആ കാര്യമാണ് യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്.